എനിക്ക് വന്നൊരു വോയിസ് മെസ്സേജാണ്, നിങ്ങളത് കേട്ട് നോക്കൂ. ഒരു സഹായം ചെയ്യണം, നീ ചെയ്തു കൊടുക്കുക. നീ വീഡിയോ എടുത്ത് അത് പരസ്യമായിട്ട് നീ കാശുണ്ടാക്കണമല്ലോ. ഒരു ആൾക്കൊരു സഹായം ചെയ്യണമെങ്കിൽ അത് ആരും അറിയാതെ ചെയ്യണമെങ്കിൽ ആ ഒരു മനസ്സോടുകൂടി ചെയ്യണം. അല്ലാതെ നീ ഇത് പരസ്യമാക്കിയ 10 പേരെ കാണിച്ച് നീ അതിനകത്ത് കാശുണ്ടാക്കാൻ വേണ്ടി, വ്യൂസ് കിട്ടാൻ വേണ്ടി, ലൈക്കും ഷെയറും കിട്ടാൻ വേണ്ടി നീ കാണിക്കുന്നവർക്ക് ഓപ്പറേഷൻ കാണാൻ വേണ്ടി ആൾക്കാർ വിളിക്കണേ. സഹായം ചെയ്യണത് ഇതൊന്നുമല്ല. ഇവരെ കാണിക്കാതെ ഈ പറഞ്ഞ പോലെ ഒരു വീഡിയോ ചെയ്യാതെ നീ നിന്റെ മനസ്സ് ഇഷ്ടപ്രകാരം നീ കൊണ്ടുപോയി കൊടുക്കുക. അതല്ലേ കാര്യം. എന്താ പറയുക, ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എനിക്ക് മറ്റുള്ളവരെ സാമ്പത്തികമായി സഹായിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ടെന്ന്. ഞാൻ വീഡിയോ ചെയ്തിട്ട് ഓരോ ബുദ്ധിമുട്ടുള്ളവരെ കാണിച്ചു കൊടുക്കുമ്പോൾ ഓരോ സുമനസ്സുകൾ തരുന്ന സഹായമാണ് ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കുന്നത്. ഇത് ഞാൻ അവർക്ക് കൊണ്ടു കൊടുക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാനായിട്ട് എനിക്ക് വീഡിയോ അല്ലാതെ വേറൊരു നിവൃത്തിയില്ല. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സഹായം മേടിക്കുന്നവരെ പരസ്യപ്പെടുത്താതിരിക്കുക. അത് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല, ഇനി ഞാൻ ഒട്ടും ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. ഞാൻ 2 ആഴ്ചത്തെ വീട്ടു സാധനങ്ങളാണ് മേടിച്ചു കൊടുത്തത്. ആ വീഡിയോ കണ്ടിട്ട് അവർക്ക് 1 മാസത്തെ വീട്ടു സാധനം മേടിച്ച് തരാൻ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടല്ലേ എനിക്ക് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റണത്. അതുപോലെ തന്നെ 140 സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലിന് എന്ത് വരുമാനം കിട്ടുന്നതാണ് ഈ പറഞ്ഞത്. ഫേസ്ബുക്കിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും വന്നാൽ ചെക്ക് ചെയ്യാം. ഞാൻ മൊബൈൽ തരാം, നോക്കാം. ഇനി ദൈവം സഹായിച്ച് ഏതെങ്കിലും സമയത്ത് എനിക്ക് യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നൊക്കെ വരുമാനം കിട്ടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അർഹതപ്പെട്ടവർക്ക് ഞാൻ വേണ്ട രീതിയിൽ സഹായം കൊടുത്തിരിക്കും. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയാം.